ഓപ്പറേഷൻ തൂഫാൻ നിലവിൽ വന്നു കഴിഞ്ഞു. പുതിയ സർക്കാരിൻ്റെ ഏറ്റവും ആദ്യം തുടങ്ങിവെച്ച ചില ഇനീഷ്യേറ്റീവ്സിലൊന്നായിട്ട് നമ്മളിതിനെ കാണേണ്ടതാണ്. ലഹരിയും അത് സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തുകളുമൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം സംസാരിച്ചു കഴിഞ്ഞു, വളരെയധികം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഒരു സബ്ജക്റ്റാണിത്. പക്ഷേ എത്ര ഡിസ്കസ് ചെയ്താലും മതിവരാത്ത അല്ലെങ്കിൽ മതിയാകാത്ത ഒരു സബ്ജക്റ്റും കൂടിയാണിത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ആർമിയിലെ എക്സ്പീരിയൻസാണ് പറയുന്നത്. എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ആദ്യത്തെ പടിയായിട്ട് ഡ്രഗ്സിനെയാണ് നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. കാശ്മീരിലായാലും പഞ്ചാബിലായാലും ഇത് ഒരു ആദ്യഘട്ടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലുമാണോ ഇവിടെ നടക്കുന്നതെന്നും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഉള്ളൊരു പ്രശ്നമായിട്ട് ഇതിനെ കാണാൻ പാടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലും കൂടെ സംയോജിപ്പിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയും കൂടി ഇതാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇങ്ങനൊരു പരിപാടി നമ്മുടെ സംസ്ഥാന സർക്കാർ തുടങ്ങി വെച്ചത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് സർക്കാരിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു. ഈ ഒരു സംരംഭത്തിൽ ഒരു ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ സാധിക്കും, SUT പോലുള്ളൊരു ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഒന്ന്, ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് ഹോസ്പിറ്റലുകൾക്ക് വളരെയധികം അവയർനെസ് ക്യാമ്പയിൻസ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളിത് നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഒരു മാഗസിൻ വരെ കേരളകൗമുദിയായി ചേർന്ന് ഞങ്ങളിതിനെക്കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ മാത്രമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലഹരി ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലും കോളേജുകളിലും ക്യാമ്പസുകളിലുമൊക്കെ ഒരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ്. അതിനെതിരായിട്ട് വേട്ടകൾ നടക്കുന്നുണ്ട്, പോലീസ് ആൾക്കാരെ പിടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മതിയാവുന്നില്ല. ഇതിൻ്റെ സ്രോതസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ആ സ്രോതസ്സിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് വലിയ ഒരു ഓപ്പറേഷനായിട്ട് തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നവർ ചെയ്യുന്നത്. അവർക്ക് സാമ്പത്തിക ലാഭം മാത്രം ആണ് അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും കവിഞ്ഞ ലക്ഷ്യങ്ങളുള്ള ഒരു സംഗതിയാണ് ഈ ലഹരി പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ യുവതയെ ഒന്നടങ്കം ഒരു ജനറേഷനെയോ 2 ജനറേഷൻസിനെയോ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സംഗതിയായിട്ടാണ് ഇത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കണം. എല്ലാ തലങ്ങളിലും ഈ ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് അവയർനെസ് ആദ്യമേ വേണം. അതിന് നമുക്ക് എല്ലാവർക്കും യോജിക്കാം, എല്ലാവർക്കും കൈകോർക്കാം. ഹോസ്പിറ്റലുകളും സ്കൂളുകളും കോളേജുകളും സിവിൽ സൊസൈറ്റിയും ഒന്നടങ്കം ചേർന്ന് ഇതിനൊരു വലിയ വിപത്തായി കണ്ട് ആ വിപത്തിനെ പാടെ തുടച്ചു നീക്കാൻ വേണ്ട എല്ലാ സംഗതികളും നമ്മൾ ചെയ്തേ മതിയാവും. നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് സർക്കാരിനോടൊത്ത് ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പരിപാടികളിലും നമ്മളെല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി ചേരുക എന്നുള്ളതാണ് ആദ്യത്തെ സംഗതി. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാമോ, ഓരോരുത്തർക്കും, ഓരോ സംഘടനയ്ക്കും, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സ്കൂളും കലാലയങ്ങളും ഒക്കെ തുടങ്ങുന്ന അവരുടെ അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയമാണ്. ഇതാണ് ഏറ്റവും നല്ല സമയം. ഈ അഡ്മിഷൻ ഉത്സവങ്ങളൊക്കെ നടത്തുന്നതോടുകൂടി ഇതിനെതിരായിട്ട് ലഹരിയെക്കുറിച്ചും ലഹരിക്കെതിരായിട്ടും ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. പോലീസും മറ്റ് ഏജൻസികളും, നിയമം പാലിക്കേണ്ട ഏജൻസികളും നിയമപാലകരും ഒക്കെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷേ നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കുള്ളതാണ്. നമ്മളെല്ലാവരും ഇതിൽ മനസ്സറിഞ്ഞ് പങ്കാളികളാവേണ്ടതാണ്. ഈ സംരംഭം, ഈ ഓപ്പറേഷൻ തൂഫാൻ ഒരു പൂർണ്ണ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.